ആ മാമ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, കൊച്ചുകുട്ടിയൊന്നല്ലല്ലോ. ഓ അത് വന്നു. ഓ ശരി. ആ ശരി ശരി. ആ ആ ആ വിഷമിക്കണ്ട. ആ ആ നോക്കോളാം. ആ എന്തോന്നേ ഇയാള് 10 കൊല്ലം മുമ്പ് കെട്ടിടത്തിന്റെ മേളിൽ ഞാൻ താഴെ വീണിട്ടുണ്ട്. ആ അതിനുശേഷം കുറച്ച് ഓർമ്മ കുറവ്, ഇച്ചിരി പ്രശ്നമുണ്ട്. നേരെ എല്ലാം തിരിച്ചു മറിച്ചോ പറയണേ. അതെ എവിടാണെന്നും പറഞ്ഞപ്പോ ഇത് നീ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് വിളിച്ച് പറ. സ്റ്റേഷനിൽ ഇപ്പൊ എന്ത് വിളിച്ചു പറയാനായിട്ട്? ഒരാളെ കാണാതായിട്ടുണ്ടെങ്കിൽ സ്റ്റേഷനിൽ പറയാം. വെയിറ്റ് ചെയ്യാൻ നോക്കട്ടെ. പറഞ്ഞാൽ ഇതിപ്പോ മനുഷ്യന് കിടന്നുറങ്ങണ്ടേ? ആലിയൻസ് കാത്തിരുന്ന് മുഷിഞ്ഞല്ലേ? സോറി ട്ടാ മാർക്കോസ്. കനകായ് ഇത് മാർക്കോസ് ക്ലീറ്റസ് എനക്കറിയില്ലേ. പിന്നെ ഞാനാരാ മോൻ? ഇവിടെ ആയിരുന്നു. ഇവിടെ എല്ലാരും അന്വേഷിച്ച് ടെൻഷൻ അടിച്ച് അമ്മാനൊക്കെ അവിടുന്ന് വിളിച്ചു. ഒന്നും പറയാണ്ടിരിക്കുന്നല്ലേ. ഏതായാലും ഞാൻ ഇവിടത്തേക്ക് ഒന്ന് വന്ന് അമ്മ തിരുവനന്തപുരം മൊത്തം ഒന്ന് കാണുന്ന ആശയുണ്ടാവില്ലേ. ഞാനിങ്ങനെ ഇറങ്ങി നമ്മളൊരു കൊട്ടാരമുണ്ടല്ലോ, സ്വർണ്ണക്കുന്ന് കുന്നല്ലേ. അപ്പൊ അതൊന്ന് കാണാൻ പോയി. അപ്പൊ ആടെ അടിപൊളി സംഭവം, സൂപ്പർ. ആടെ പോകുമ്പോ ഒരു മദാമ ഉണ്ടായിരുന്നു. ഓളെന്നെ പരിചയപ്പെട്ടു. മദാമയോടൊക്കെ സംസാരിക്കാൻ അറിയാവോ? നമുക്ക് മദാമെന്നില്ല, എല്ലാരും ഉള്ള സുഹൃത്തുക്കളല്ലേ. അപ്പോൾ ഓളെന്നോട് പറഞ്ഞു കോവളത്ത് പോവാന്ന്. കോവളത്ത് നമുക്ക് എവിടെയെങ്കിലും പോകണമെന്നില്ലല്ലോ. ഞാൻ ഓളപ്പുറം പോയി, കോളത്ത് പോയി. എന്തിന് പറയണ പാവട്ടാ. ഓൾ ഇംഗ്ലീഷ്, ഞാൻ മലയാളം, അതൊന്നും പ്രശ്നമൊന്നുമില്ല. നമ്മ അടിപൊളിയായി കടലിൽ കുളിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് കടലിൽ കുളിക്കുന്നത്. കണ്ടിരുന്നെല്ലാം കുളിച്ചിട്ടാ. അടിപൊളി. എന്തിന് പറയുന്നത്, കരമലേക്ക് കയറുമ്പോക്ക് എൻ്റെ കുപ്പായും ഈ പാൻറ്റും മാത്രം. ഇതിലുണ്ടായ പേഴ്സ്, എൻ്റെ കൂളിംഗ് ഗ്ലാസ്, എൻ്റെ മൊബൈൽ എല്ലായിടത്തും ഉണ്ടോ യാരോ. അയ്യോ, അത് കോവളത്തൊക്കെ പോകുമ്പോ അതൊക്കെ ശ്രദ്ധിക്കണം. അവിടെ ഒത്തിരി പ്രശ്നമുള്ള. അല്ല, ഞാൻ ഇങ്ങോട്ട് വരാൻ പൈസ ഉണ്ടാ. അവസാനം ഈ മതം ഓള് പാവാണ്. ഓള് 100 റുപ്യ ഒന്നും അങ്ങനെ ഇങ്ങോട്ട് വന്നു. പക്ഷേ എൻജോയ്മെന്റ് ആയിരുന്നു. എന്ത് രസം. അടിപൊളിയായിരുന്നു സംഭവം. ചോറ് അടിപൊളി. എന്നിട്ട് മദാമ പോയോ? ഓള് പോയി. ഫോൺ എന്ത് ചെയ്യും? ഫോൺ കിട്ടും, അതിനുള്ള ഐഡിയ ഉണ്ട്. മദാമക്ക് ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിനി. ഓള് കടലിൽ കുളിക്കാൻ വേണ്ടിട്ട് ഈ നമ്പറിലേക്ക് വിളിക്കും. ഞാൻ വിചാരിച്ചിട്ട് ഈ ഫോൺ കിട്ടിയോന്ന് എടുത്തിട്ട് മദാമനെ കുളിക്കാൻ പോകും. അപ്പൊ ഞാൻ മെല്ലെ പോയിട്ട് ഈ ഫോൺ ഇങ്ങോട്ട് എടുക്കും. അപ്പൊ ഇനിയും കോവളത്ത് പോണ്ടേന്നാ. ഇനി ഇവിടെ ഇല്ല, കുറച്ച് ദിവസം ഞാൻ കോവളത്തുണ്ടാവും. ഇന്ന് നല്ല ഭക്ഷണം കഴിക്കണം, പിന്നെ മേക്കല്ല ഉപ്പാന്ന്, ഒന്ന് കുളിക്കണം, പിന്നെ കിടന്നുറങ്ങണം. അല്ല, അതല്ല ചോദിച്ചത്. ഇനി അങ്ങോട്ട് നാളേക്കുള്ള പരിപാടി എന്താണെന്നുള്ളതാണ്. നമ്മളെ ഗിരിരാജൻ അടിയൻ്റെ സ്വത്തെല്ലാം ഒന്ന് കാണണം. പിന്നെ കുറേ ബന്ധുക്കളുണ്ട്, അവരെല്ലാം ഒന്ന് കാണണം. എല്ലാം ഒന്ന് ഈ തിരുവനന്തപുരം ഒന്ന് മൊത്തം കറങ്ങി നടക്കണം. അല്ലെ, ഓമനക്കുട്ടൻ്റെ ശരിക്കുമുള്ള ജോലി എന്താണ്? എൻ്റെ ജോലി എന്തെന്നാ, ഞാൻ വരയ്ക്കോ? ഞങ്ങളൊക്കെ വരയ്ക്കാൻ പറ്റുമോ? ഇങ്ങനെ ഈ നിമിഷം കൊണ്ട് ഒറ്റ വരാം. അത് മാത്രമല്ല, നാടകം പഠിപ്പിക്കും, പിന്നെ മൈമ്, സ്കിറ്റ്, പിന്നെ നമ്മളെ രാഷ്ട്രീയ പാർട്ടികളുണ്ടല്ലോ നമ്മുടെ നാട്ടിലത്തെ, അവർക്ക് ഈ കൊടി പിടിക്കാൻ, ഈ ജാഥ പിടിക്കാൻ അവരെല്ലാം ബംഗാളികളിറക്കും. അശോ, നമ്മൾ കുറച്ചുകൂടെ നേരത്തെ പരിചയപ്പെടേണ്ടായിരുന്നു. അതിനൊന്നുമില്ല. എന്നാ പിന്നെ പോയി കുളിക്ക്. വരുന്നില്ലേ? എവിടെ കുടിക്കാനോ? അല്ല, കഴിക്കാൻ നമുക്ക് ഒരുമിക്കാം. ആയിക്കോട്ടെ, പോയി കുളിക്കാം. അപ്പൊ ശരി. എത്തിയിട്ടുണ്ട്, കുഴപ്പമില്ല. അമ്മാവൻ പറഞ്ഞതിനേക്കാളും ഒരു പടി മുന്നില്ല. ഇതിലൊക്കെ എവിടെയെങ്കിലും നഷ്ടപ്പെട്ടാലും തിരിച്ച് ആളുകൾ കൊണ്ട് എത്തിച്ചു തരുമെന്ന് പറയാം. അങ്ങനത്തെ മുതലേത് ആരും സ്വന്തമാക്കാൻ ആഗ്രഹിക്കില്ല. ഇല്ല. ശരി അമ്മ, എല്ലാവരും അന്വേഷിച്ച് പറഞ്ഞു. വിളിച്ചോളാം.
അല്ല ഒന്നൊന്നര അളിയൻ അമ്മാവന് കിട്ടിയത്. നമ്മുടെ കുടുംബത്തിൽ വന്ന് കയറുന്ന ഓരോരോ അളിയന്മാർ തുടങ്ങി. വരുന്നില്ലേ? വാ. കുറച്ച് അയ്യോ Aliens